ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന ഫയർമാൻ പരീക്ഷയുടെ 10 മലയാള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഇതിലെ ശരിയായ പദപ്രയോഗം ഓപ്ഷൻ സി ആണ്, സ്വാദിഷ്ടം. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ പോയത്. വേറെ ഗത്യന്തരം വേണ്ട. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ, അത് തെറ്റുണ്ട്. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് തീരുമാനം സ്വീകാര്യമായിരിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശരിയായ ഭാഷാപ്രയോഗം ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കണമെന്ന് തോന്നുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ സ്വാദിഷ്ടം, ഇവിടെ ഓപ്ഷൻ ഡി. അടുത്തത്, സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സിംഹഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗം, വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിൻ്റെ പര്യായമായി വരുന്ന പദമാണ് ജനകൻ, ജനകൻ, ജനകൻ. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വിസ്മരിക്കുക എന്നുള്ളതാണ്. വിസ്മരിക്കുക. ഓക്കെ, സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയുണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം. വെൺ പ്ലസ് ചാമരം, വെഞ്ചാമരം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിദുഷിയാണ്. വിദ്വാൻ, വിദുഷി. വിദ്വാൻ, വിദുഷി. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറയുന്ന ഒരു ബഹുവചനമല്ലാത്തത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതർ. അതൊരു പൂജക ബഹുവചനമാണ്. പൂജക വചനമാണ്, ഭാഗവതറാണ് ആൻസർ. ഓക്കെ, ആൻസർ. അപ്പോൾ വെഞ്ചാമരം, വെൺ പ്ലസ് ചാമരം, ഓപ്ഷൻ സി. വിദ്വാൻ, വിദുഷി. താഴെ പറഞ്ഞ ബഹുവചനമല്ലാത്ത ഏതാ വെച്ച് കഴിഞ്ഞാൽ, ഭാഗവതർ, ഭാഗവതർ. അടുത്ത്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ, നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, അത് ക്ഷുഭിതനാണ്. ക്ഷുഭിതൻ, ക്ഷുഭിതൻ. ഓപ്ഷൻ ഡി ആണ്. നമ്മൾ നോക്കിയത് ഇന്ന് നടന്ന ഫെർമാൻ എക്സാമിൻ്റെ 10 മലയാള ചോദ്യങ്ങളാണ്. മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.